ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഓം. ആത്മാ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സുന്ദരേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ്. ഈ ക്ഷേത്രം കണ്ണൂർ പട്ടണത്തിൽ തളപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും കോഴിക്കോട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും പ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ അതീവ തൽപരനായിരുന്ന ചൈതന്യസ്വാമികളെ ഗുരുദേവൻ കണ്ണൂരിലേക്ക് അയച്ചു. ചൈതന്യസ്വാമികൾക്ക് ഗുരുദേവൻ വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. അങ്ങനെ ചൈതന്യസ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീ ഭക്തി സംവർദ്ധിനി എന്ന ഒരു സഭ ഇവിടെ രൂപീകരിച്ചു. 1909 ജനുവരി തൃപ്പാദങ്ങൾ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിന് കുറ്റി തറച്ചു. ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലം ഗുരുദേവൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി 2-3 സ്ഥലം പരിശോധിച്ചു. അതിനുശേഷം തളപ്പ എന്ന ദേശത്ത് വന്നു. ഇവിടം കൊള്ളാമല്ലോ, ഉത്തമമായ സ്ഥലം, സ്ഥലം തന്നെയാണല്ലോ ഇത് എന്ന് ഗുരുദേവൻ പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിലെ ഷഡാധാര പ്രതിഷ്ഠ 1910 അനേകായിരം ആൾക്കാരുടെ മധ്യത്തിൽ അതിവിപുലമായി ഗുരുദേവൻ നിർവഹിച്ചു. അതിനുശേഷം 1091 മീനമാസത്തിൽ, അതായത് 1916 ഏപ്രിൽ 11 ശിവപ്രതിഷ്ഠ നടത്തി. അതിനുശേഷം ഗണപതി, സുബ്രഹ്മണ്യൻ, തിരുവിതാംകൂർ, കൊച്ചി ഭാഗങ്ങളിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളെക്കാൾ ശില്പഭംഗിയും മലബാർ ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾക്കാണ്. തലശ്ശേരിയിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും സാരഥ്യം വഹിച്ചതുപോലെ ഇവിടെയും ക്ഷേത്രകാര്യങ്ങൾ ചൈതന്യവത്താക്കിയത് ചൈതന്യസ്വാമികൾ തന്നെയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവൻ തൻ്റെ ശിഷ്യനായ ശിവപ്രസാദ് എവിടെയെന്ന് ചോദിച്ചു. ഉടനെ ആളുപോയി ശിവപ്രസാദ് സ്വാമികളെ കൂട്ടിക്കൊണ്ടുവന്നു. ഗുരുദേവൻ ശിവപ്രസാദ് സ്വാമികളോട് പറഞ്ഞു, ആളുകൾ ഇവിടെ ഇരുന്ന് മുഷിയുന്നു, എന്തെങ്കിലും കാര്യം അവരോട് പറയരുതോ എന്ന് ചോദിച്ചു. അങ്ങനെ ഗുരുദേവനെ വണങ്ങിയ ശേഷം ശിവപ്രസാദ് സ്വാമികൾ ഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. ക്ഷേത്രവും പ്രതിഷ്ഠയും അതിനോട് നമുക്കുള്ള ആത്മബന്ധവുമായിരുന്നു വിഷയം. പ്രസംഗം കേട്ടിരുന്ന ആളുകൾ അത്ഭുത സ്തബ്ധരായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ മദ്രാസിൽ നിന്ന് വന്ന ഒരു പ്രൊഫസർ എഴുന്നേറ്റ് പറഞ്ഞു, പല സ്വാമിമാരുടെയും പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയുള്ള എത്ര പേരുടെ പ്രസംഗങ്ങൾ, പക്ഷേ ഇത്രയും മനോഹരമായ പ്രസംഗം ഇത് ആദ്യമായാണ് കേൾക്കുന്നത്. സ്വാമി തൃപാദങ്ങളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഗംഭീരമായി ശിവപ്രസാദ് സ്വാമി പ്രസംഗം നടത്താൻ കഴിഞ്ഞത്. ചൈതന്യസ്വാമികൾ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് അഷ്ടോത്തര നാമാവലി എന്ന പേരിൽ 108 മന്ത്രങ്ങൾ രചിച്ച് ഗുരുദേവന് സമർപ്പിച്ചിരുന്നു. ചൈതന്യസ്വാമികൾ കൂടുതൽ കാലം ചിലവഴിച്ചതും ഇവിടെ തന്നെയാണ്. ഇന്നും ശിവഗിരി സമാധി മഠത്തിലും മറ്റെല്ലാ ഗുരുമന്ദിരങ്ങളിലും പൂജ തുടങ്ങുന്നത് ചൈതന്യസ്വാമികൾ രചിച്ച ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ്. ഈ ക്ഷേത്രത്തിനടുത്തായി ചൈതന്യസ്വാമിയുടെ സമാധി മന്ദിരവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങളും ആഘോഷങ്ങളും ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് തന്നെയാണ് നടത്തിയത്. അമിതമായ ആവേശം ഒന്നിനും ഭരണസമിതിക്കാർ കാണിച്ചിരുന്നില്ല. ഇവിടെ ക്ഷേത്രക്കുളം നിർമ്മിക്കുമ്പോൾ ഒരു വീതി കുറഞ്ഞ കിണറും പുരാതന ദേവാലയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പൂജാ ഉപകരണങ്ങളും അവർക്ക് കിട്ടി. അപ്പോഴാണ് ഗുരുദേവൻ ക്ഷേത്ര സ്ഥലമാണല്ലോ ഇത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ആ നാട്ടുകാർക്ക് മനസ്സിലായത്. ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു,
നല്ല സുന്ദരമായ സ്ഥലം. കണ്ണൂരിലെ ആളുകളും സൗന്ദര്യമുള്ളവർ തന്നെയാണല്ലോ. ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും സുന്ദരം. അതിനാൽ ഈ ക്ഷേത്രത്തിന് സുന്ദരേശ്വര ക്ഷേത്രം എന്ന് നാമകരണം ചെയ്തു. ക്ഷേത്രം തേക്കണ്ടേ എന്ന് ഗുരുദേവനോട് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, കുപ്പായം ഇടിയിക്കണ്ട എന്ന്. ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഗുരുമണ്ഡപം സ്ഥിതി ചെയ്യുന്നു. ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം ആണ് ഇവിടെ ഭരണം നടത്തി വരുന്നത്. CBSE ഹയർ സെക്കൻഡറി, ശ്രീനാരായണ കോളേജ്, ITC, SN വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ തുടങ്ങിയവ ഈ ക്ഷേത്രത്തിനടുത്തായി പ്രവർത്തിച്ചു വരുന്നു. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാളെ വേറൊരു വിഷയവുമായിട്ട് വീണ്ടും എത്താം. ഗുരു ഓം.